നമസ്കാരം, ഞാൻ നിങ്ങൾ സ്വന്തം വിഷ്ണു കൊടൂർ. ഇന്ന് നിൽക്കുന്നത് സാനിയുടെ പവലിയനിലാണ്. അതിഗംഭീരമായിട്ടുള്ളൊരു പവലിയൻ എന്ന് പറഞ്ഞാൽ അത്രയധികം മെഷീൻസ് ഉള്ളൊരു റേഞ്ചാണ് സാനിയുടേത്. കേരള മാർക്കറ്റിലേക്ക് ഏറ്റവും കൂടുതൽ സെയിലാകുന്ന കുറച്ച് മെഷീൻസിനെ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ഇവിടെ നമ്മുടെ ശ്രീനാഥനുണ്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. താങ്ക് യു. അപ്പം നമുക്ക് ഏതായാലും സാനിയെക്കുറിച്ച് ഒരു ഇൻട്രോ പറഞ്ഞു കൊടുക്കാം, എന്നിട്ട് നമുക്ക് മെഷീൻസിലേക്ക് കിടക്കാം. ശരി. സാനി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വേൾഡ് ക്ലാസ് കമ്പനിയാണ്. എസ്പെഷ്യലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സിലാണ്. അത് ഗ്ലോബലി ക്രെയിൻസിനും അതേപോലെ പൈലിംഗ് റിഗ്സിലൊക്കെ ഇപ്പോൾ വിഷ്ണു കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഈ ഹൈവേ വർക്കിലൊക്കെ മെജോറിറ്റി ക്രെയിൻസും വരുന്നത് സാനിയുടെയാണ്. സാനിക്കും പിന്നെ അടുത്തൊരു പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എക്സ്കവേറ്റേഴ്സ് ആണ്. ഓക്കെ. ഇപ്പോൾ കേരളത്തിൽ 2 ടൈപ്പ് ഡീലേഴ്സ് ആണല്ലേ. ഓക്കെ. നോർത്ത് കേരളയും സൗത്ത് കേരളയും. നോർത്തിൽ മസാനി കൺസ്ട്രക്ഷൻസ് വന്നിട്ടുള്ള ഒരു ടീമും അതേപോലെ സൗത്ത് കേരളയിൽ ഐക്കോൺസ് എന്ന് പറഞ്ഞു. അതായത് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ നമുക്ക് മസാനിയാണ് വരുന്നത്. അവരാണ് ഡീൽ ചെയ്യുന്നത്, സെയിൽസും സർവീസും പാർട്സും എല്ലാം. ഓക്കെ. അപ്പോൾ എക്സ്കവേറ്റേഴ്സിൽ ഒരു നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ വെച്ചിട്ടുള്ള 150 എന്ന ഒരു മെഷീനാണ്. ഓക്കെ. ഇതാണ് നമ്മുടെ ഏറ്റവും ബേസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 80 വരെ മെഷീനാണ്. പക്ഷേ ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടില്ലെങ്കിൽ ഏറ്റവും നമുക്ക് സ്റ്റാർട്ടിങ് 150 എന്ന് പറഞ്ഞ മോഡൽ. അതെ. ഈ ഒരു മോഡലിനെ പറ്റി എന്താണ് ശരിക്കും നമ്മളൊരു കോമ്പറ്റീറ്റീവ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പ്രധാന അട്രാക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? നമുക്ക് എസ്പെഷ്യലി ഇപ്പോൾ സാനിയെ കുറിച്ച് ഇപ്പോൾ വിഷ്ണു ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഫ്യൂവൽ എഫിഷ്യൻസിയാണ് നമ്മുടെ ഹൈലൈറ്റ് വരുന്നത്. അതായത് ഇപ്പോൾ സാനി ലോഞ്ച് ചെയ്ത ടൈം മുതൽ നമ്മൾ സാനി കൊടുക്കുന്ന അത്രയും എഫിഷ്യൻ്റ് ആയിട്ട് ഫ്യൂവൽ എഫിഷ്യൻസ് ആയിട്ട് മെഷീൻ കൊടുക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. പിന്നെ SY 140 എന്ന് പറഞ്ഞ ഒരു മെഷീൻ്റെ അപ്ഗ്രേഡ് വേർഷനാണ് വരുന്നത്. അതായത് ക്യുമിൻസിൻ്റെ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ഓക്കെ. 100 HP ക്യുമിൻസിൻ്റെ എഞ്ചിനാണ് വരുന്നത്. 140 സീരീസിൽ വരുന്നത് 0.72 ക്യൂബിക് മീറ്ററിൻ്റെ ബക്കറ്റാണ് വരുന്നത്. ഓക്കെ. ഇത് മെയിനായിട്ട് ക്വാറീസിൽ ഉപയോഗിക്കുന്നത്. ക്വാറീസിൽ റോഡ് വർക്കിനൊക്കെയാണ് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ക്വാറീസിൽ ബ്രേക്കിംഗ് ആപ്ലിക്കേഷനും അതേപോലെ ഉപയോഗിക്കും, ബക്കറ്റ് ആപ്ലിക്കേഷൻ ലോഡിങ്ങിനും ഉപയോഗിക്കും. ഇതിനകത്തൊരു ചെറിയ ഡൗട്ട് ചോദിച്ചിട്ട്, ഇപ്പം നമ്മളിപ്പോൾ പല എക്സ്കവേറ്റർ സെഗ്മെന്റ് എടുത്ത് നോക്കുവാണെങ്കിൽ പലർക്കും ക്യുമിൻസ് ഉണ്ട്, ഇസൂസും ഉണ്ട്, ഈ പറഞ്ഞ മെഷീൻസ് എഞ്ചിനൊക്കെ. എന്തുകൊണ്ടാണ് സാനിക്ക് എപ്പോഴും? അതായത് അത് സാനിയുടെ ഹൈഡ്രോളിക്സിന്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പമ്പ് ഇപ്പോൾ 9S എന്ന് പറഞ്ഞാൽ 9 സീരീസ് പമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കവാസാക്കിയുടെ മെയ്ഡ് ഇൻ ജപ്പാൻ പമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 10 സീരീസ് 9 സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BS3 BS4 പോലെ അപ്ഗ്രേഡ് വേർഷനാണ് വരുന്നത്. ഓക്കെ. ഈ നിലവിലിരിക്കുന്ന BS4 മെഷീൻസ് അല്ലേ? അതെ, ശരിക്കും പറഞ്ഞാൽ എക്സ്കവേറ്ററിന് BS4 BS5 ഒരു ഇത് വന്നിട്ടില്ല. കാരണം അത് രജിസ്ട്രേഷൻ ബേസ്ഡ് വെഹിക്കിൾസ് മാത്രമാണ്. ഇത് രജിസ്ട്രേഷൻ ആവശ്യമില്ല. മനസ്സിലായി. കാരണം ഇത് വർക്ക് ചെയ്യുന്ന മെയിനായിട്ട് റോഡ് കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല. രജിസ്ട്രേഷൻ ഇഷ്യൂ വരാത്തതുകൊണ്ട്. എത്ര റോളേഴ്സ് ആണ് വരുന്നത്? ഇതിൽ 7 റോളേഴ്സ് ആണ് വരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഷൂ പ്ലേറ്റ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്വാറി അപ്ലിക്കേഷന് വേണ്ടി തിക്കൻ ചെയ്തിട്ടുണ്ട്. അതായത് വെയർ ആൻഡ് ടയർ കുറയാൻ വേണ്ടി ട്രാക്കിന്റെ ലൈഫ് കുറച്ചുകൂടി കിട്ടാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. അതെ. നമുക്ക് ഇതിന്റെ ഇന്റീരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തൊക്കെ പ്രത്യേകതകൾ ചെയ്തിട്ടുണ്ട്? ഇന്റീരിയർ അതിപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു കോമൺ ഇന്റീരിയർ ആണ്. ഇപ്പോൾ 140 or 150 സെഗ്മെന്റിൽ എല്ലാം വരുന്നത്. 2 ലിവർ വരും. ബേസിക് ആയിട്ട് എല്ലാവരും ഷെയർ ചെയ്യുന്ന മേജർ സെയിം കമ്പോണൻസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സെഗ്മെന്റ് ആവശ്യമുള്ളൂ. അതെ. ഓക്കെ. ഇനി നെക്സ്റ്റ് ഏത് മെഷീനിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റുന്നത്? നെക്സ്റ്റ് നമ്മൾ 210 കൊണ്ടുള്ള വേരിയന്റ് ആണ്. ഈ 210 അല്ലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രി എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സെയിൽ പോകുന്നൊരു? ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ മുമ്പ് 140 എടുത്തിരുന്ന ആൾക്കാരൊക്കെ, അതായത് 14 ഉപയോഗിച്ചിരുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ അപ്ഗ്രേഡ് ആയിട്ട് 2010 മാറിയിട്ടുണ്ട്. കാരണം കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം. അതെ. 210 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ 210 സ്പാർക്ക് വേരിയന്റ് ഉണ്ടോ? സ്പാർക്ക്. അതെ. ഇത് ഈ എക്സ്കോണിലാണ് ശരിക്കും പറഞ്ഞാൽ ലോഞ്ച് ചെയ്തത്. ഇതിന് മുന്നേ 210 ഉണ്ടായിരുന്നു. അതിന്റെ കുറച്ചും കൂടി ഹൈബ്രിഡ് വേർഷനാണ്. അതായത് നമുക്ക് സ്ട്രക്ചറിൽ കുറച്ചും കൂടി ക്വാളിറ്റി കൂട്ടി, അതേപോലെ ട്രാക്ക് ഇതേപോലെ ക്വാളിറ്റി കൂട്ടി നമുക്ക് ഒരു ക്വാറി വേരിയന്റ് ലെവലിലാണ് നമ്മൾ സ്പാർക്ക് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ഫ്യൂൽ എഫിഷ്യൻസി കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. നിലവിലുണ്ടായിരുന്ന കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഫ്യൂൽ എഫിഷ്യൻസി ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ നോർമൽ നമ്മൾ റോഡ് കൺസ്ട്രക്ഷൻസിനൊക്കെ ഇതുപോലത്തെ കാണാറുണ്ട്. അപ്പോൾ ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ ഇത് വേണ്ടിയാണോ? ക്വാറി ആപ്ലിക്കേഷൻ ആണോ? അതോ? അതായത് നമ്മൾ ശരിക്കും ക്വാറിക്ക് സജസ്റ്റ് ചെയ്യുന്ന മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 215 മുതലാണ്. ഇത് പറഞ്ഞ എർത്ത് വർക്ക്, കോൺട്രാക്ടേഴ്സിന് മണ്ണുപണി, അങ്ങനത്തെ ഡാം ക്ലിയർ, അങ്ങനെ അതിനൊക്കെ ഈ സോയിലായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കിനാണ് നമ്മൾ 210 സജസ്റ്റ് ചെയ്യുക. മനസ്സിലായി. ഓക്കെ. ഇനി പ്യുവർലി ബ്രേക്കിംഗ് ആപ്ലിക്കേഷൻ ആണ്. ക്വാറിയിൽ ഫുൾ ടൈം ബ്രേക്കിംഗ് ആണെങ്കിൽ കൂടി നമ്മൾ 210 സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിന് നമുക്ക് എത്ര അറ്റാച്ച്മെന്റ്സ് വരുന്നുണ്ട്? ഇതിൽ നമുക്ക് ബ്രേക്കിംഗ് എന്ന് പറയും, ബ്രേക്കർ വരുന്നുണ്ട്. ബ്രേക്കറാണ് മെയിനായിട്ട് നമ്മൾ കേരളത്തിൽ യൂസ് ചെയ്യുന്നത്. അതെ. ഇത് കഴിഞ്ഞ പിന്നെ നെക്സ്റ്റ് നമ്മൾ 215 എന്ന സ്പാർക്ക് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് ഇപ്പോൾ ലേറ്റസ്റ്റ് ലോഞ്ച് ചെയ്തതാണോ? അതോ നമ്മുടെ ഇപ്പം ഓൾറെഡി നമുക്ക് 215 ഉണ്ടായിരുന്നു. അതിൻ്റെ ഈ പറഞ്ഞ പോലെ
അപ്ഗ്രേഡ് വേർഷൻ. അതെ, ഓക്കെ. അപ്പോൾ ഒഫീഷ്യലായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന എക്സ്കോൺ ആണ്. ഓക്കെ, ആ ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയം സെഗ്മെന്റ് ക്വാറി സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 215 മുതലാണ്. അതെ, ഇത് പറഞ്ഞ ബക്കറ്റും ബ്രേക്കർ അപ്ലിക്കേഷനും ഒരേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. അതേപോലെ ഇപ്പോൾ നമുക്ക് മറ്റ് കോമ്പറ്റീഷനായിട്ട് ഓക്കെ നമുക്ക് താരതമ്യപ്പെടുത്തി പ്രൈസ് പിടിച്ചു നിർത്തി സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണത്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഇത് എത്ര റോൾസ് ആണ് ഇതിന് വരുന്നത്? ഇതിന് 8 റോളേഴ്സ് വരുന്നത്. 8 റോളേഴ്സ് ആണ്. ഓക്കെ. ഇതിന്റെ ഒരു പ്രധാന അട്രാക്ഷൻ നമുക്ക് പറയുകയാണെങ്കിൽ എന്തായിരിക്കും ശരിക്കും? ഇതിന്റെ കസ്റ്റമർ ഓറിയന്റഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഒന്ന് പ്രൈസ് ബെനിഫിറ്റ് ആണ്. ഒന്ന് പ്രൈസ് ബെനിഫിറ്റ്. രണ്ടാമത് പറഞ്ഞാൽ ബക്കറ്റ് കപ്പാസിറ്റി 1.1 ക്യൂബിക് മീറ്റർ വരുന്നത്. അത് GP എന്ന് പറയും, അതായത് ജനറൽ പർപ്പസ് സോയിൽ വർക്കിനുള്ള ബക്കറ്റാണ് പറഞ്ഞത്. മനസ്സിലായി. അതേപോലെ ഇതിലും ക്യുമിൻസിന്റെ എഞ്ചിനാണ് വരുന്നത്. ഓക്കെ. ഈ സെഗ്മെന്റിനകത്തേക്ക് വരുന്നത് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് ക്യുമിൻസിന്റെ എഞ്ചിനാണോ? മെജോറിറ്റി. അതായത് ക്യുമിൻസ് 215 2 ടൺ സെഗ്മെന്റിലൊക്കെ കോമ്പറ്റീഷൻ ആണെങ്കിൽ പോലും ക്യുമിൻസ് ആണ് ചെയ്യുന്നത്. പക്ഷേ പ്രീമിയം എഞ്ചിൻ പറഞ്ഞാൽ മിത്സുബിഷി അല്ലെങ്കിൽ ഇസൂസു ആണ്. അതെ, അപ്പോൾ അത് എഞ്ചിന്റെ ഒരു പെർഫോമൻസ് വ്യത്യാസമുണ്ട്. പിന്നെ 215 മോസ്റ്റ് കോമൺലി അല്ല അക്രോസ് ഓൾ വേരിയൻസ് ഓഫ് കോമ്പറ്റീഷൻ ആണെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്നത് ക്യുമിൻസ് എഞ്ചിനാണ്. മനസ്സിലായി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ മാർക്കറ്റിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നതാണ് 215 ആണ് വരുന്നത്. പക്ഷെ നമ്മൾ അത് എല്ലാ കോമ്പറ്റീഷൻ എടുക്കുമ്പോൾ നമ്മൾ പിച്ച് ചെയ്യുന്നത് 215 അല്ല മെജോറിറ്റി. നമ്മൾ പിച്ചും ചെയ്യുന്നത് വേറെ മെഷീൻസ് ആണ്. മനസ്സിലായി. നമ്മൾ കേരള മാർക്കറ്റ് എടുക്കും സാനിയുടെ ഏത് മെഷീൻസ് ആണ് ഏറ്റവും ഒരു, അതായത് നമ്മളിപ്പോൾ 225 ഒരു മോഡൽ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അതിന് ഒരു ജസ്റ്റ് 1.5 വർഷമായിട്ടുള്ളൂ. പക്ഷെ അതിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്സ് കസ്റ്റമർ ഭാഗത്ത് വന്നിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഫ്യൂവൽ എഫിഷ്യൻസിയാണ്, രണ്ടാമത് ബക്കറ്റ് അപ്ലിക്കേഷൻ, പിന്നെ പമ്പിന്റെ ഫ്ലോ. ഈ 3 ഘടകങ്ങളും കൂടിയാണ് അത്രയും സൂപ്പീരിയർ പെർഫോമൻസ് ആയതുകൊണ്ട് പറയുകയാണെങ്കിൽ പലരും നമ്മൾ മൈൻസിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ ക്വാറിയിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ ഈ സ്വിങ്ങും ഇതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ലോഡിംഗ് അപ്ലിക്കേഷൻ ആണ്. അപ്പൊ അതിലൊക്കെ ഭയങ്കര ഇമ്പ്രൂവ് ആയിട്ടാണ് നിൽക്കുന്നതെന്നാണ് സാരി അവകാശപ്പെടുന്നത്. അതെ, അവകാശപ്പെടുന്നതും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവകാശം മാത്രമല്ല, കസ്റ്റമർ ഫീഡ്ബാക്ക് ആണല്ലോ. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് പർച്ചേസ് വരുന്ന ഒരു മോഡൽ. അല്ല, ഞാനിപ്പോൾ അവിടെ ഇങ്ങനെ കേട്ടിരുന്നു, ഒരാള് കേരള അംബാസിഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ ഒരു കസ്റ്റമറിനെ അവിടെ യൂസ് ചെയ്യുന്നത്. ഇന്നലെ തന്നെ ഒരു 28 Q25 ഉള്ള കസ്റ്റമർ Q&R കഴിഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു മെഷീൻ എടുത്തിട്ട് പിന്നെ അടുത്ത മെഷീൻ 5-6 മെഷീൻ ഒന്നിച്ച് എടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി അഡാപ്റ്റ് ചെയ്തിട്ടുള്ള SY225C 10HD എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ 10HD എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഏറ്റവും ലേറ്റസ്റ്റ് പമ്പിൻ്റെ 10 സീരീസ് പമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഹെങ്ലിൽ നിന്ന് പമ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഓട്ടോ AC ആണ്, കാറിന്റെ പോലെ തന്നെ. അതേപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്, കീലെസ് എൻട്രി ആണ്. അതെ, അതേപോലെ ഓപ്പറേറ്റർ കംഫർട്ട് അനുസരിച്ച് പല ഓപ്പറേറ്റർമാർ ഇപ്പോൾ ഫിഷ് ഒരു അത്യാവശ്യം സൈസുള്ള ആളുവോ ചെറിയ ആളുവോ, അപ്പോൾ ചിലപ്പോൾ കറക്റ്റ് സൈസ് സപ്പോർട്ട് അല്ലെങ്കിൽ സീറ്റിംഗ് കറക്റ്റ് ആയില്ലാണെങ്കിൽ പ്രൊഡക്ഷനെ ബാധിക്കും. അതെ, അപ്പോൾ നമുക്ക് 8 രീതിയിൽ ഇതിന്റെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്പറേറ്റർ കംഫർട്ടാണ് മെയിനായിട്ട് പ്രൊഡക്ഷനായിട്ട് കൺവേർട്ട് ആകുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ഇതിന്റെ ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മൈലേജ് ആണ്. ഒരു ചെറിയ ഡ്രോപ്പ് സേവ് ചെയ്താൽ പോലും ഒരു ലോങ് റണ്ണിൽ ഇതൊരു ഹ്യൂജ് എഫക്റ്റ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ മൈലേജ് കസ്റ്റമേഴ്സ് അത്രയും കോൺഷ്യസ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനത്തെ സെഗ്മെന്റിലാണെങ്കിൽ ഇപ്പം ഒരു ചെറിയൊരു മിനിറ്റിന്റെ വ്യത്യാസം തന്നെ വലിയ അതെ സത്യം. അതെ അതെ അതെ, ഇപ്പോൾ ഒരു മിനിറ്റിന്റെ വില അറിയണമെങ്കിൽ ട്രെയിൻ മിസ്സായ ആൾ ചോദിക്കണം എന്ന് പറഞ്ഞ പോലെ മനസ്സിലായി. ഒരു ഡ്രോപ്പ് സേവ് ചെയ്താൽ ഒരു 10,000 മണിക്കൂർ പറയുമ്പോൾ നിയർലി ഒരു 4 years ഒക്കെ എടുക്കും ചിലപ്പോൾ ആവറേജ് വർക്കാണെന്നുണ്ടെങ്കിൽ. അപ്പം അത്രയും നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. അത്രയും പൈസ നമ്മൾ അറിയാതെ സേവ് ആവുകയാണ്. ഇതിന്റെ എഞ്ചിനെ പറ്റി എഞ്ചിൻ വന്നിരിക്കുന്നത് മിത്സുബിഷി ഫൂസോ എന്ന് പറഞ്ഞിട്ടുള്ള എഞ്ചിനാണ്. മിത്സുബിഷിയും നമ്മുടെ ഡാൽമർ മെഴ്സറസ് ബെൻസ് ഉണ്ടല്ലോ, അവരും കൂടിയുള്ള കൊളാബറേഷനിലാണ് ഈ എഞ്ചിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. യെസ്, എക്സാക്ട്ലി. നമ്മുടെ ഭാരത് ബെൻസിലൊക്കെ അതെ സെയിം എഞ്ചിൻ തന്നെ. അപ്പോൾ ഫ്യൂവൽ എഫിഷ്യന്റ് ആണ്, അതേപോലെ നല്ല റിലയബിൾ ആണ്. പിന്നെ ഓയിൽ ഫ്ലോ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഹൈഡ്രോളിക് ഓയിലിന്റെ ഫ്ലോ ഉള്ള ഒരു മെഷീനാണ്. 520 liters പെർ മിനിറ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ നമുക്കൊരു കോസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഇത്രയും ഹെവി ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് ഒരു ഹൈ കോസ്റ്റ് ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിനെ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് മെഷീൻ എടുപ്പിക്കുന്നത്. ഒരാൾ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഇത്രയും കോസ്റ്റ് മുടക്കണമല്ലോ വെച്ച്. പക്ഷേ എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർക്ക് നല്ല ലാഭമാണ്. അത് മാത്രമല്ല റിപ്പീറ്റ് പർച്ചേസ് ധാരാളം വരുന്ന ഒരു മെഷീനാണ്. അപ്പോൾ സാനെ സംബന്ധിച്ച ഒരു മെയിൻ ഹൈലൈറ്റ് മെഷീൻ എന്ന് പറയുമ്പോൾ എക്സ്കോണിൻ്റെ അടുത്ത ഹൈലൈറ്റ് ആണ് ഈ 260 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ.
ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് 30 ടൺ എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അതായത് 380 ഒക്കെ കൊബൽക്കോ അല്ലെങ്കിൽ JCB 380 എടുക്കുന്ന കസ്റ്റമേഴ്സിന് ആ മെഷീൻ എടുക്കാതെ തന്നെ ആ പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടി എടുത്തിരിക്കുന്ന മനസ്സിലായി. അതായത് 1.6 ബക്കറ്റ് വരുന്നത്, 1.6 ക്യൂബിക് മീറ്റർ ബക്കറ്റ് വരുന്നത് നമ്മുടെ നോർമൽ കോറിൽ ഉപയോഗിക്കണം. നോർമൽ കൺസ്ട്രക്ഷൻ റോഡ് വർക്കിന് അങ്ങനെ പ്രാക്ടിക്കാലിറ്റിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് മെയിനായിട്ട് ക്വാറീസിലാണ് ഈ ലോഡിംഗ് പർപ്പസ് എവിടെയാണ് ആവശ്യം വരുന്നത്, ഫാസ്റ്റ് ലോഡിംഗ് വരുന്നത്, അതിനുവേണ്ടിയാണ് നമ്മൾ ഈ മെഷീൻ യൂസ് ചെയ്യുന്നത്. അതെ, ഈ റെന്റൽ സെഗ്മെന്റിലേക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് മെഷീൻസ്? രണ്ട് സെഗ്മെന്റിൽ നമ്മൾ 215 അല്ലെങ്കിൽ 225 ആണ് സജസ്റ്റ് ചെയ്യാറ്. കാരണം വാടകയ്ക്ക് കൊടുക്കുന്ന ആൾക്ക് ഈ ഫ്യൂവൽ ശരിക്കും അവരുടെ ബാധ്യതയാണ് മിക്ക റെന്റൽ എഗ്രിമെന്റ്സിലും. അപ്പോൾ എത്ര ഫ്യൂവൽ കുറച്ചടിച്ചാൽ മതിയോ അത്രയും പൈസ ഉണ്ടാണ്. അതേപോലെ ആസിഡ് ഫ്രീ ആണ്, ടെൻഷൻ അടിക്കണ്ട, മെയിൻ്റെനൻസ് ഫ്രീ ആണ്, സ്ട്രക്ചർ ക്വാളിറ്റി നല്ലോണം ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എടുക്കുന്ന കസ്റ്റമർക്ക് പീസ് ഓഫ് മൈൻഡ് ആണ് ഏറ്റവും ആവശ്യം. ഏത് സംഭവം മിത്സുബിഷി തന്നെയാണ്. കേരള മാർക്കറ്റിന് ഉപയോഗിക്കാൻ പറ്റുന്ന എക്സ്കവേറ്റേഴ്സ് ആണ് ഞാനിപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇതിനുള്ള പല മെഷീൻസ്. അതെ, അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. ഇനി കുറേയധികം റേഞ്ച് ഓഫ് മെഷീൻസ് ഇവിടെ കാണാൻ ഓരോ വീഡിയോ ആയിട്ട് നമുക്ക് ഏതായാലും കാണാം. അപ്പം ചേട്ടാ വലിയൊരു താങ്ക് യു. ഓക്കെ, നമുക്ക് ഏതായാലും കാണാം.